എന്തൊക്കെയോ ഉണ്ടാക്കിയെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് ഭക്ഷണവും കഴിക്കാം കേട്ടോ. അപ്പം ഇറച്ചിയും മീനും ഒന്നുമില്ല, കുറച്ച് പച്ചക്കറി മാത്രം കാണിക്കാം. പൊട്ടറ്റോ മെഴുക്കുവരട്ടിയെ നമ്മുടെ പയറില്ലേ നീളമുള്ളേ, അത് തോരൻ വെച്ചു. ഇതാണ് ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം വിജി ഉണ്ടാക്കിയതാണ്. ഉണക്കമീനകത്ത് കാന്താരി മുളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മുടെ പപ്പടം. പിന്നുണ്ടല്ലോ, ഇതെന്നെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ നേഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. കാരണം കൂട്ടാനൊന്നും ഇല്ലാതെ വരുമ്പം കഴിക്കുന്ന കൊച്ചുള്ളിയും നമ്മുടെ മുളക് പൊടിയും വെളിച്ചെണ്ണയും കുറച്ച് നാരങ്ങ എല്ലാം കൂടെ ഒഴിച്ച് ഉണ്ടാക്കുന്നൊരു ചെറിയ സമ്മന്തി പോലത്തെ സാധനം. ഈ പിള്ളേർക്ക് ഇച്ചിരി വെക്കാവും കേട്ടോ, ചിലപ്പോൾ ഇതുങ്ങളൊന്നും കഴിക്കത്തില്ല. കഴിച്ചാൽ നന്നു മോനെ. ഈ ബീട്രൂട്ട് വേണേൽ ഇച്ചിരി കഴിക്കും മോനെ, നല്ലതാണ്. എന്തൊക്കെയാണ് സമ്മന്തി വെച്ച് ഇന്ന് രാവിലെ ഉണ്ടല്ലോ പപ്പടം പൊള്ളിച്ചുകൊണ്ടിരുന്നപ്പം ഈ കൈ അങ്ങ് പൊള്ളിപ്പോയി, ബേണായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെയൊക്കെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഈ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ കൺട്രോളിലെ നേഴ്സുമാർ എപ്പോഴും ഉണ്ട്. ഒരു ഹാൻഡ് ഹൈജീൻ ഉണ്ട്, ഒരു ഹാൻഡ് റബ്ബ് ഉണ്ട്, 5-6 സ്റ്റെപ്പും ഉണ്ട്. ഈ 6 സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വേദനയും വെച്ചുകൊണ്ട് കൈക്കെല്ലാം ഭയങ്കര വേദനയാകും. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ, അല്ലാതെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ഭയങ്കര വേദനയായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് തൈരുണ്ട് കേട്ടോ, കാരണം അസമിച്ചോളൂ. ഇതോ പിന്നെ എൻ്റെ മമ്മി എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ട നെല്ലിക്കാച്ചാറാണ്, പക്ഷേ മൊത്തം തീർന്നു, ഇനിയില്ല. പക്ഷെ മമ്മി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. സാരക്കുട്ടിക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, എന്നാ വേണ്ടാത്ത? ഓക്കെ, എന്നാ മോനെ വേണ്ടാത്ത? മക്കൾ കഴിച്ചാൽ മോന് വേണ്ടി എന്താ വെച്ചാൽ മോൻ പറ, അതപ്പം എടുത്തു തരണ്ട. ഏതാ ഏതാ വിജി അവിടെ വെച്ചേക്കാൻ? ഇന്ന് നിങ്ങളൊക്കെ ഊണ് കഴിച്ചു. ഇതിപ്പോൾ ഒരു നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിരിക്കുമല്ലേ. ഇതെൻ്റെ ഒരു കൂട്ടുകാരി ഇന്നലെ വാടി വെച്ച് അവിടെ കയ്യിലടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. കൂട്ടുകാരുടെ പേരൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞെടി ആ നെയിൽ പോളിഷ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവൾ എനിക്ക് കൊണ്ട് തന്നതാണ്, ഞാൻ അടിച്ചതാ. കൊള്ളാമോ ഗൈസ്? അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാം കേട്ടോ. കാണിക്കാം. എൻ്റെ പ്രധാനപ്പെട്ട സാധനം ഞാൻ എടുത്തില്ലേ എന്നറിയാമോ? നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഇത് പിന്നെ എടുത്തേ, കൂട്ടാനൊന്നുമില്ലാത്തപ്പം ഉണ്ടല്ലോ, കൂട്ടാനൊന്നും ഇല്ലാത്തപ്പം ഉണ്ടാക്കുന്നൊരു സാധനമാണ്. എന്നും പരിപ്പും സാമ്പാറും പിന്നെ കുറച്ച് അവിടുത്തെ കറികളൊക്കെ ആയപ്പം. പക്ഷെ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഈ ഒരു സംഭവം മാത്രം മതി, നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം ഞാൻ ഇവനും കൊടുക്കും. ഈ പെൺപിള്ളേർ തിന്നത്തില്ല, ഇവന് ഞാനിതെല്ലാം കൊടുക്കും. ഞാൻ എന്ത് തിന്നുന്നോ അതെല്ലാം ഇവനും കഴിക്കും. പിന്നെ എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ കുറച്ചേറെ കാഴ്ചയൊക്കെ കാണാമെന്ന്. എനിക്കൊരു പ്രത്യേക സന്തോഷം ഇങ്ങനെ പുറത്തോട്ട് നോക്കിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ വേറൊരാളെ കാണിക്കാം. ഇത് കണ്ടോ, ഇറച്ചിയും മീനും ഇല്ലെന്നേ ഉള്ളൂ, ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയേ. ഇതിനെപ്പോഴും പച്ചച്ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം. എങ്ങനെയുണ്ട് വിജി? കൊള്ളാം വിജി? നീ ഇങ്ങനെ കാണിക്കാതെ വിജയ. ചില വീഡിയോക്കകത്ത് ആൾക്കാർ പറയുക വിജിക്ക് എന്നെ പേടിയാന്ന്. എനിക്ക് ആരെ പേടിക്കാനും? അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ ഇപ്പൊ തന്നെ മുഖത്തിന്റെ ആ രൗദ്ര ഭാവങ്ങൾ, നമ്മുടെ ജഗതി പറയുന്ന പോലെ 5-6 ഭാവങ്ങൾ പോയ കണ്ടോ. എന്നെ ഒന്നും ആർക്കും പേടിയില്ല കുഞ്ഞുങ്ങളെ, അതൊക്കെ നിങ്ങളുടെ തോന്നല. പിന്നെ പുള്ളിക്കാരന് എന്തോ ഈ പറയുന്നേ, വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ 2-3 വീഡിയോക്കകത്തൊക്കെ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് അയ്യോ ചേട്ടൻ ഒരു പാവമാണ്,
ആരും പാവമല്ല. എല്ലാവരും അവരവരുടെ ഇത് വരുമ്പം ഭയങ്കര രൗദ്ര ഭാവത്തോടൊക്കെ നിൽക്കും. പിന്നെ വീഡിയോയ്ക്കകത്ത് കുഞ്ഞു പറയാ ദേഷ്യം. പിന്നെ ഇതൊക്കെ തോന്നുന്നതാ കേട്ടോ. ഇപ്പം ആരായാലും അങ്ങനൊക്കെ തന്നെയാണ്. ഇപ്പം എനിക്കും ഉണ്ട് നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളെല്ലാവരും പോയി ഫുഡ് കഴിക്കും കേട്ടോ.